അതോടൊപ്പം തന്നെ ഈ മനാഫ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഈ കണ്ണാടിക്കൽ എത്തിയിരിക്കുന്ന മനുഷ്യരും നേരിട്ട് പരിചയമുള്ള മനുഷ്യരുണ്ട്. ഇപ്പോൾ പൊളാടിക്കുന്നിൽ നിൽക്കുന്ന മനുഷ്യരെ പോലെ അർജുനെ നേരിട്ടൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരുണ്ട്. അർജുനെ കണ്ടവരുണ്ട്. അർജുൻ ഇവിടെ എത്തുന്ന സമയത്ത് ഡ്രൈവിംഗ് ഒക്കെ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് വീട്ടുകാർക്കൊപ്പം ചേരാൻ വരുമ്പോൾ ചേരുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് പേർ വന്നു നിൽക്കുന്നു. നിങ്ങൾ ഇവിടുന്നാണ് വരുന്നത്? ഞങ്ങളിത് ഇവിടെ തൊട്ടടുത്ത് തന്നെ വീട്. അർജുനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്? എപ്പോഴും കാണുന്നത്. ചെറിയ കുട്ടിയാകുമ്പോഴേ ഞങ്ങൾക്ക് അവനായിട്ട് ബന്ധമുള്ളതാണ്. പക്ഷേ സമൂഹത്തിനും വീടിനും ഒരുപോലെ പ്രധാനപ്പെട്ടൊരു കുട്ടിയായിരുന്നു. അതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ചു നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു കിട്ടും. അവസാന നിമിഷം വരെയും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് ഈ തെരച്ചിൽ തുടങ്ങുന്ന ആദ്യ ദിവസങ്ങൾ അതുണ്ടായിരുന്നു. തിരിച്ചു പുഴയിൽ പോയി എന്ന് പറയുന്ന നിമിഷം വരെയും ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവിടെയാണോ? അർജുൻ്റെ അടുത്താണോ വീട്? കുട്ടിക്കാലം മുതലേ അറിയാം. പിന്നെ മിക്കവാറും വന്നാൽ ഇവിടെയൊക്കെ തന്നെ കാണും അല്ലേ? ഇല്ല, അതാണ് ഇപ്പം കുറച്ചായിട്ട് വീടായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. വീട് പണിയും ഒക്കെ വീട് പണി അതുമല്ല, പിന്നെ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും. എന്നാലും എന്തെങ്കിലും പ്രധാന ഈ പ്രളയം അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. 2018-19 കാലഘട്ടത്തിലെ പ്രളയത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ സജീവമായി കണ്ണാടിക്കൽ പ്രവർത്തിച്ച കുട്ടി. അതേപോലെ DYFIൻ്റെ പ്രവർത്തകനായിരുന്നു. അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പൊതിച്ചോറ് കൊടുക്കല്ലോ മെഡിക്കൽ കോളേജിൽ, അതിലൊക്കെ വളരെ സജീവമായിരുന്നു. അതാണ് കാണാറുണ്ട്. പൊതിച്ചോറിൻ്റെ കാര്യത്തിലായാലൊക്കെ മുൻപന്തിയിലായിരുന്നു നമ്മൾ അർജുൻ്റെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അർജുൻ്റെ വീടിൻ്റെ അടുത്താണോ? അതെ പരിസരത്ത്. അതെ വന്നാൽ ഈ വീട് പണി തുടങ്ങുന്നതുവരെ നാട്ടിലെല്ലാത്തിനും ഓടി നടക്കും. സജീവമായിട്ട് എല്ലാത്തിലും കുറേ ആയിട്ട് സജീവമായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഈ വണ്ടിയിൽ പോക്കും അങ്ങനെ കാര്യങ്ങളായിട്ട് അധികം കാണാറില്ല. അർജുൻ കണ്ടാൽ മിണ്ടും സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ? സ്വഭാവമുള്ള കുട്ടിയാണ്. ഒരു എല്ലാ നാട്ടിലും ഉണ്ടാവും. ഞങ്ങൾക്ക് റിപ്പോർട്ടർ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ ഇതിനോടൊപ്പം നിന്നത്. അത് വെക്കുമ്പോൾ എപ്പോഴും ഞങ്ങളത് റിപ്പോർട്ടർ വെച്ചിട്ട് കാര്യം സ്വന്തമായിട്ട് അറിയാൻ കഴിഞ്ഞു എല്ലാ കാര്യമായിട്ടും. അതിനകത്തൊക്കെ എല്ലാവരുടെയും ഇടപെടൽ. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ബാക്കി എല്ലാ ചാനലുകളും അതിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ പോലും അത് ആ നാടിൻ്റെ ഒരു പൾസ് എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞത് ആ സമയത്ത്. താങ്ക് യു. മോർണിംഗ്. അപ്പോൾ കണ്ണാടിക്കലിൽ നിൽക്കുന്ന മനുഷ്യർ അവർ നാട്ടുകാരാണ്. അവർ മിക്കവാറും അർജുനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണ്. വീടുപണി തുടങ്ങിയതിന് ശേഷമാണ് അർജുനെ അത്ര പെട്ടെന്ന് എല്ലാവർക്കും കിട്ടാതെ ആയിത്തീരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. പ്രേക്ഷകർക്ക് കാണാം ഇവിടെ വലിയ ഒരു ആൾക്കൂട്ടം കണ്ണാടിക്കൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവരിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ആ വഴി നോക്കൂ. അർജുൻ ഇവിടെ വാഹനം നിർത്തി പോകുന്ന വഴിയാണിത്. ഇതാണ് അർജുൻ്റെ വീട്ടിലേക്കുള്ള ചെറിയ വഴിയാണ്. ധാരാളം ആളുകൾ ആ വഴിയിൽ ഇപ്പോഴും കാത്തു നിൽക്കുന്നു. ഇനി ഏകദേശം 1 മണിക്കൂറോളം എടുക്കും ഈ വഴിയിലൂടെ അർജുനുമായിട്ട് പോകാൻ. VS രഞ്ജിത്ത് എനിക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, ഈ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വീട് പണി പൂർത്തിയാവുന്നത് വരെ അർജുൻ്റെ മനസ്സിലൊരു സങ്കടമുണ്ട്. കാര്യം അത് കയ്യിലിരിക്കുന്ന പൈസ തീർന്നു പോകുന്നു, ലോൺ എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. അതുവരെ നാടിനോടൊപ്പം നിന്ന ഒരാളാണ്. അപ്പോഴാണെങ്കിലും ഇടയ്ക്ക് വരുന്ന സമയത്ത് വരികയും നാട്ടുകാരുമായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വലിയൊരു ആൾക്കൂട്ടമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ രീതിയിലും ആളുകളുമായി ഇടപെടുന്നു. സൗഹൃദത്തിൻ്റെ രണ്ടുമുണ്ട്. സൗഹൃദപരമായിട്ട് ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ പറയുന്നുണ്ട്, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബന്ധങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ണാടിക്കൽ മലയാളികൾ മൊത്തം അർജുനെ ഏറ്റെടുക്കുമ്പോഴും ഈ കണ്ണാടിക്കലുകാരുടെ വേദന എന്ന് പറയുന്നത് ഒരു വേണ്ടപ്പെട്ടവൻ, ഏറ്റവും പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടവൻ്റെ വേദനയാണ്. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ അർജുനെക്കുറിച്ച് പറയാനുണ്ടെന്നുള്ളതാണ്. ഇവിടെ അർജുൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ പറയുന്നു അർജുനെ. അർജുൻ്റെ നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോകാം. ഇത് അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 400-500 മീറ്റർ ഉണ്ട് അല്ലേ? 1/2 കിലോമീറ്ററോളം പോകണം. 1 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ അർജുനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിലാപയാത്രയായിട്ടായിരിക്കും കൊണ്ടുപോകുക. പൊളാടിക്കുന്ന് എത്തിക്കഴിഞ്ഞാൽ വിലാപയാത്രയായിട്ടായിരിക്കും അങ്ങോട്ട് പോവുക. ഇത് അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അർജുൻ്റെ നാട്ടുകാരുണ്ട്, അർജുനെ കണ്ട് വന്നവരുണ്ട്. ഇവിടെയാണോ വീട്? അടുത്ത് തന്നെയാണ്. അതെ അടുത്ത് തന്നെ. ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. നമുക്കറിയാമോ അർജുൻ ചേട്ടനെ? എവിടെയാണോ? അവിടെ അടുത്ത് സ്വന്തം വീട് അർജുൻ്റെ വീടിൻ്റെ അടുത്ത്. അർജുൻ്റെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഇവരെല്ലാവരും ക്ലബിൽപ്പെട്ട ഭാരവാഹികളൊക്കെയാണ്. അർജുനോടൊപ്പം ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിലാണെങ്കിലും ശരി, പ്രളയകാലത്താണെങ്കിലും ശരി, ഇവരായിരുന്നു അർജുൻ്റെ ടീം അല്ലേ? അതെ, അർജുൻ്റെ ടീമാണ്. ഞങ്ങളെ കൂടെ കഴിഞ്ഞ അവസാന പ്രാവശ്യം കൂടി പൊതിച്ചോറ് കൊടുക്കാൻ മുമ്പന്തിയിലുണ്ടായിരുന്ന സഖാവിന് അർജുൻ. പോകുന്നതിന് മുമ്പ് കുറച്ച് ദിവസം എനിക്ക് വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ അങ്ങോട്ട് കിട്ടാതായത്. ലോറി പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ കൂടുതൽ കിട്ടാറ്. എന്നാലും കറ്റുന്ന സമയത്തൊക്കെ ഇവിടെ ഞങ്ങൾ കൂടെ ഉണ്ടായിനി. എനിക്ക് പൊതിച്ചോറ് മാത്രമല്ല, പ്രളയകാലത്ത് അല്ലേ, പ്രളയകാലത്താണെങ്കിലും അർജുൻ്റെ സാന്നിധ്യം, ഇവരെല്ലാവരും ഇവിടുത്തെ വളരെ ആക്റ്റീവായ ചെറുപ്പക്കാരൻ. നിങ്ങളെല്ലാവരും ഇവിടെയാണോ? കണ്ണാടിക്കൽ തന്നെയാണോ? അതെ, കണ്ണാടിക്കൽ തന്നെ അല്ലേ?
പ്രത്യേകിച്ച് ഈ അർജുൻ്റെ ഒരു ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലേ? അർജുൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാനാണ് സാധ്യത അല്ലേ? ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളും സഖാക്കളുടെ ഒരാളാണ്. അതെ അതെ, അർജുൻ വർഷങ്ങളോളം ഇവിടുന്ന് പോകുന്ന സമയം വരെ 4-5 വർഷം വരെ ഇവിടെ സജീവമായിട്ട് നമ്മളെ ക്ലബ്ബ് KYC ആണെങ്കിലും അതുപോലെ DYFIൻ്റെ ഭാരവാഹിയായിട്ടാണൊക്കെ ഞങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആളാണ്. നാട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ലോറിയിൽ ഡ്രൈവറായി പോകാൻ തുടങ്ങിയവരാണ് നാട്ടിൽ നിന്ന് വിട്ടുപോയത്. അതുവരെ ഒരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയാണ് ഇവിടെ നാട്ടിൽ ഓടൽ. ലോറിക്ക് മുമ്പ് ചെറിയ വണ്ടി ആദ്യം പെയിൻറ്റിങ്ങിൻ്റെ വർക്കായിരുന്നു. പിന്നെ പെയിൻറ്റിങ് സ്വന്തം ഒരു വണ്ടി എടുത്താരാണ് പെയിൻറ്റിങ്ങിൻ്റെ പണി നിർത്തി ഇവിടെ കണ്ണാടിയിലാണ് വണ്ടി ഓടൽ. അപ്പോൾ ഇവിടുത്തെ കണ്ണാടിക്കൽ സ്റ്റാൻഡിൽ തന്നെയാണ് വണ്ടി ഇടൽ. ഇവിടെ ലോറി ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ലോറിയിൽ വരുമ്പോൾ അല്ല, ലോറി വണ്ടി വിറ്റാരാണ് ലോറിയിലേക്ക് മാറിയത്. അതാണ്. അപ്പോൾ ആ നാട്ടിലുണ്ടാവുന്ന നമുക്ക് എല്ലാ നാട്ടിലും ഉണ്ടാവില്ലേ ഇങ്ങനെ ചില അർജുന്മാർ. അങ്ങനെ ഒരു അർജുനാണ് ഈ അർജുനും എന്ന് മാത്രമേ നമുക്ക് ആ ഘട്ടത്തിൽ പറയാൻ പറ്റൂ. ഇപ്പോൾ പൂളാടിക്കുന്ന് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. പൂളാടിക്കുന്നും ഇവിടെ തമ്മിൽ ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട് അല്ലേ? 10 കിലോമീറ്റർ. അപ്പോൾ പൂളാടിക്കുന്നിൽ എത്തിയിട്ടുണ്ട്. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. പൂളാടിക്കുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അർജുൻ. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വരും. എനിക്കൊന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റുമായിരിക്കും അല്ലേ? അരമണിക്കൂർ എനിക്ക് തോന്നുന്നു. വരുന്ന സമയത്തൊക്കെ റീത്ത് വെക്കാൻ ആളുകൾ അന്ത്യ അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ കാത്തു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അല്പം കൂടി വൈകിയേക്കാം. പൂളാടിക്കുന്നിൽ നിന്നും നമ്മുടെ പ്രതിനിധി സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ് പറയൂ, പൂളാടിക്കുന്നിലെത്തിയോ? ഒരുപാട് പേർ ഈ വഴിനീളെ ഈ നമ്മളുടെ ഈ പരിപാടികൾ കണ്ടുകൊണ്ടും കൃത്യമായ സമയം അറിഞ്ഞുകൊണ്ടും സ്ഥലം അറിഞ്ഞുകൊണ്ടും കാത്തു നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എവിടെ എത്തി എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പൊള്ളാടിക്കുന്നിലെത്തിയോ? അവിടെ എത്ര സമയമുണ്ടാവും? അവിടെ ഹോൾട്ട് ഇല്ലാതെ തുടർന്ന് നേരെ ഇങ്ങോട്ട് കണ്ണാടിക്കിലേക്ക് വരികയാണോ? വരുന്ന വഴികളിലെല്ലാം ഒരുപാട് പേർ കാത്തു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പതിവിലും കുറച്ചുകൂടി സമയം വൈകും, പ്രതീക്ഷിച്ചതിലും കുറച്ചുകൂടി സമയം വൈകുമെന്ന് തോന്നുന്നു അല്ലേ സിനോജ്? അരുൺകുമാർ, പൂളാടിക്കുന്ന് എത്തി. പക്ഷേ ഇവിടെ ആംബുലൻസ് നിർത്തുന്നില്ല. നൂറുകണക്കിന് ആളുകളുണ്ട്. ആംബുലൻസ് ചുറ്റും ആളുകൾ കൂടുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ വാഹനം ഇവിടെ നിർത്തുന്നില്ല. ഈ വാഹനത്തിൽ തന്നെ വിലാപയാത്രയായിട്ട് കോഴിക്കോട് ബൈപ്പാസ് വഴി കണ്ണാടിക്കൽ ബസാറിലേക്ക് ഈ വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക പോലീസും മന്ത്രി AK ശശീന്ദ്രനും KK രമ MLA ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിലാപയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. നിരവധി ആളുകൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും യാത്രയപ്പ് നൽകാൻ വേണ്ടി പ്രിയപ്പെട്ട അർജുന് വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇത് പ്രായോഗികമല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പൊതുസ്ഥലത്തൊരു പൊതുദർശനം വെക്കുന്നത് പ്രായോഗികമല്ല. പക്ഷേ നൂറുകണക്കിന് ആളുകൾ ഈ നഗരാതിർത്തിയിലേക്ക് കടക്കുന്ന പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. സമയം വൈകുന്നത് കൊണ്ടും അവിടെ ഒരു പൊതുദർശനം സാധ്യമല്ലാത്തത് കൊണ്ടും പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ അവിടെ നിൽക്കാതെ വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്. വിലാപയാത്ര മുന്നോട്ട് കോഴിക്കോട് ബൈപ്പാസിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റിനകം തന്നെ കണ്ണാടിക്കൽ ബസാറിലേക്ക് എത്തും. കാരണം വഴിയിലെവിടെയും ഈ വാഹനം വിലാപയാത്ര നിർത്തുന്നില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയോ വാഹനം നിർത്തുന്നില്ല. വളരെ വേഗത്തിൽ തന്നെ വാഹനം അവിടേക്ക് എത്തുകയാണ്.